വിദ്യാസാഗർ, ഭീകരാക്രമണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുത്. ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹിന്ദുക്കളെ ഭീകരവാദികൾ എന്ന് പറഞ്ഞില്ല. ഇസ്ലാം മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഭീകരർ എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നൊക്കെയാണ് വി.ഡി. സതീശൻ്റെ പ്രതികരണം. എങ്ങനെ നോക്കിക്കാണുന്നു? നമസ്കാരം. ഇത് വി.ഡി. സതീശൻ മാത്രമല്ല, എം.വി. ഗോവിന്ദനും ഏതാണ്ട് സമാന ചിന്താഗതിയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇടത് വലത് മുന്നണികളുടെ ഈ വിഷയത്തിലുള്ള പ്രസ്താവനകൾ കാണിക്കുന്നത് അവർക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോഴും അവരുടെയൊക്കെ ഫണ്ടിങ് ഏജൻസിയും തലതൊട്ടപ്പന്മാരും ജിഹാദികൾ തന്നെയാണ് എന്നതാണ് ഈ പ്രസ്താവന ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആരും ആയിക്കോട്ടെ, കശ്മീരിലേക്ക് സന്ദർശനത്തിന് പോയി തുടങ്ങിയിട്ട് എത്ര കാലമായി? സതീശൻ മറുപടി പറയേണ്ട കാര്യമാണ്. സതീശന്റെ പാർട്ടി ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ചവരാണ്. രാജ്യം എത്രയോ വർഷം ഭരിച്ച ഒരു പാർട്ടിയാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം തുടർച്ചയായി എത്രയോ തവണ അധികാരത്തിലേറിയ പാർട്ടിയാണ് കോൺഗ്രസ്. സതീശന്റെ പാർട്ടി ഇങ്ങനെ ഭരിക്കുമ്പോൾ ഈ പെഹൽഗാവിൽ എത്ര പേർക്ക് ടൂർ പോകാൻ സാധിച്ചിരുന്നു? അങ്ങനെ ടൂർ പോകാനുള്ള സംവിധാനമോ ഒരു സാഹചര്യമോ ഒരു സമാധാന അന്തരീക്ഷമോ അവിടെ ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു ഉളുപ്പുമില്ലാത്തൊരു കോൺഗ്രസ്സുകാരന്റെ പ്രസ്താവനയാണ്. അതായത് അവന്റെ പാർട്ടി ഭരിക്കുന്ന കാലത്ത് ഒരു മനുഷ്യനും കശ്മീരിലേക്ക് കടക്കാൻ സാധിക്കാത്ത വണ്ണം ഇസ്ലാമിക ശക്തികൾ അവിടെ തേർവാഴ്ച നടത്തുകയും നമ്മുടെ സൈനികർക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ സാധാരണ സിവിലിയൻസിന് പോലും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പാകിസ്ഥാന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് അവഗണിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. അവിടെ 370 റിപ്പീറ്റ് ചെയ്തിട്ട് അവിടെ ഇപ്പോൾ കിട്ടിയ പൊതു സ്വാതന്ത്ര്യമല്ലേ ഭാരതീയ ജനത അവിടെ ആസ്വദിച്ചു പോകുന്നതും സുപ്രീം കോടതിയുടെ അനാവശ്യമായ ഒരു തിടുക്കം മൂലം തെരഞ്ഞെടുപ്പ് നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും ഇപ്പോൾ അത് സംസ്ഥാന സർക്കാർ, ഞാൻ ഈ കാര്യത്തിൽ പറയുമ്പോൾ കശ്മീരിലുള്ള സംസ്ഥാനത്തിലെ ഇപ്പോഴുള്ള പുതിയ ഫോംഡ് ഗവൺമെന്റ് പോലും ഇതിൽ ഉത്തരവാദി എന്ന് ഞാൻ പറയും. കാരണം കുതിരപ്പുറത്തോ അല്ലെങ്കിൽ പോണിയുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ മാത്രം അവിടേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു 10 പോലീസുകാരെ പോലും ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ കൃത്യമായും കൊല്ലപ്പെട്ടു എന്ന് ആരൊക്കെയോ കണ്ണടച്ചു കൊടുത്തതുപോലെയാണ് ഉണ്ടായത്. മാത്രമല്ല, ആ പ്രചരിച്ച വീഡിയോ ദുരൂഹമാണ്. അതായത് ആരെടുത്തു ആ വീഡിയോ? അതാ വെടികൊണ്ടു എന്ന് വിളിച്ചു പറയുന്നത് ആരാണ്? അവിടെ മലയാളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടവരിലൊരു മലയാളിയും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ സതീശന്റെ പാർട്ടി ഇത്രയും കാലം ഭരിച്ചിട്ടും കിട്ടാത്ത ഒരു പുതിയ സ്വാതന്ത്ര്യവും ഒരു ഫ്രഷ് എയർ ഓഫ് ഹോപ്പ്, ഫ്രഷ് എയർ ഓഫ് ഫ്രീഡം, ഇത് രണ്ടും ഈ രാജ്യത്തിന് കിട്ടിയത് ഈ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. അപ്പോ സത്യം പറഞ്ഞാൽ ഭീകരവാദികൾക്ക് എത്രത്തോളം മോദി ഗവൺമെന്റിനോട് ദേഷ്യവും വെറുപ്പും കശ്മീരിനെ മോചിപ്പിച്ചതിലുണ്ടോ അത്രയും വെറുപ്പ് സതീശനും ഗോവിന്ദനും ഉണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൊല്ലാൻ വന്നവര് കലീമ ചൊല്ലാൻ പറഞ്ഞു, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയാൻ, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ, അല്ലെങ്കിൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ചൊല്ലാൻ ആവശ്യപ്പെട്ടിട്ടാണ് വെടിവെച്ചത്. അത് ചൊല്ലാൻ അറിയാത്ത പുരുഷന്മാരെയാണ് വെടിവെച്ചത്. ചൊല്ലാൻ അറിയാവുന്നവർ പോലും പറ്റിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉടുതുണി നോക്കിയിട്ടും പാൻറ് ഊരി നോക്കിയിട്ടുമാണ് വെടിവെച്ചത്. അപ്പൊ അതിനെ ഗുജറാത്തുമായിട്ട് ഒരു താരതമ്യം ചെയ്യുന്നതിന്റെ അർത്ഥം, അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഹിന്ദുത്വ ഭീകരർ. എന്താണ് ഇസ്ലാമിക ഭീകരർ എന്നൊരു വാക്ക് സതീശന്റെയോ എം.വി. ഗോവിന്ദന്റെയോ വായിൽ നിന്ന് വരുന്നില്ല. ഈ രണ്ട് കക്ഷികളും, ഞാൻ നേരത്തെ മുമ്പും പല ചർച്ചകളും പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ട് കക്ഷികളുടെയും കേരളത്തിലെ സാന്നിധ്യം ഭീകര പ്രവർത്തനങ്ങൾക്ക് വലിയ തണലും, എയ്ഡിങ് ആൻഡ് അബെറ്റിംഗ് ടെററിസം ഈസ് ഓൾസോ ആൻ ആക്ട് ഓഫ് ടെററിസം. ഭീകരവാദത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുകയോ അതിനുവേണ്ടി സാമ്പത്തികമോ രാഷ്ട്രീയമോ ആശയപരമായുള്ള ചെല്ലും ചെലവും കൊടുക്കുകയും ചെയ്യുന്നതും ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീകരവാദമാണ്. ഇപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കൂ, ഇത്തരത്തിൽ ഒരു ഭാര്യ, നവവധുവിന്റെ കണ്ണീരാണ് അവിടെ വീണിരിക്കുന്നത്, നവവരന്റെ ചോരയാണ് വീണിരിക്കുന്നത്. അതിൽ പോലും ഒട്ടും വിഷമം ഇല്ല. ഉടനെ താഴെ പറയാണ് സംഘി ഭീകരരായിരിക്കും ഇത് ചെയ്തിരിക്കുക, സംഘികളല്ലാതെ ഇത് ചെയ്യില്ല. പരാമർശങ്ങൾ, വളരെ മോശം പരാമർശങ്ങൾ. വിദ്യാസാഗർ ഗുരുമൂർത്തി, കേരളത്തിലുള്ളവർക്കാണ് ഇത്രയും വലിയ ചൊറിച്ചിൽ. നോക്കൂ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് കീഴേ വരുന്ന പരാമർശങ്ങൾ, അത് സത്യത്തിൽ ഇവർക്ക് ഇതിൻ്റെ ഒരു ഗൗരവം ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഗൗരവം മനസ്സിലാക്കാഞ്ഞിട്ടല്ല, അതായത് സമാന്തരമായ ഒരു സ്കൂളിംഗ് 4 വയസ്സ് മുതൽ അല്ലെങ്കിൽ 3.5 വയസ്സ് മുതൽ കിട്ടുന്ന കുട്ടികളാണ് ഇങ്ങനെ പറയുന്നത്.
അല്ലെങ്കിൽ പിന്നെ യാതൊരു നന്മയും കൈമുതലില്ലാത്ത ഈ കൊടി സുനിയുടെ മാതിരത്തെ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞ മനസ്സിലായി, കമ്മ്യൂണിസം എന്ന ആശയം തലക്കി പിടിച്ചവരോ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദം എന്ന ആശയം ചെറുപ്പത്തിൽ തലക്കി പിടിച്ചവരല്ലാതെ വേറെ ആരും അങ്ങനെ കമന്റ് ചെയ്യുന്ന എനിക്ക് നോ സെൻസിബിൾ ഹ്യൂമൻ ബീയിങ് കൻ കമന്റ് അപ്പോൺ എ ടെററിസ്റ്റ് ആക്ട് ലൈക്ക് ദിസ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഇൻഡീസൻസി, വിത്ത് ദിസ് കൈൻഡ് ഓഫ് atrocity in the mind, with this kind of cruelty in the mind. മനസ്സിൽ ഇത്രയും ക്രൂരതയും നൃശംസതയും ഇല്ലാത്ത ഒരു മനുഷ്യനെ അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നവവധു അവര് പറയണം എന്നെയും കൂടി കൊന്നിട്ട് പോകൂ, എന്റെ ഭർത്താവിനെ, അവൾക്ക് പിന്നെ ജീവിതമില്ല, എന്നെയും കൂടി കൊന്നിട്ട് പോകുന്ന അവർ അലറി വിളിക്കുമ്പോ തീവ്രവാദി പറഞ്ഞു അത്രേ, നീ ജീവിച്ചിരിക്കണം, നിന്നെ വെറുതെ വിടണം, നീ പോയി നിന്റെ മോദിയോട് പറയുന്നു. അപ്പൊ ആ ടെററിസ്റ്റും ഈ VD സതീശനും നമ്മൾ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ സ്ത്രീയോട്, നവവധുവിനോട് നീ നിന്റെ മോദിയോട് പറയൂ എന്ന് പറഞ്ഞ ഭീകരവാദിയും ഈ സതീശനും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളത് VD സതീശ് എന്ന പേരും അവന്റെ പേര് ചിലപ്പോ അല്ല തഹാവൂർ റാണാന്നോ അല്ലെങ്കിൽ സൈഫുള്ള കസൂരി എന്നൊക്കെ ആയിരിക്കും. സോ ദാറ്റ് നെയിം ഡസന്റ് മീൻ ദാറ്റ് എ പേഴ്സൺ ബിലോങ്സ് ടു എ പർട്ടിക്കുലർ റിലിജൻ. ഇവിടെ സതീശൻ, ഗോവിന്ദൻ, വിജയൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഹിന്ദുക്കളാണെന്ന്. ഇതൊരു മാസ്കറേഡിംഗ് ആണ്, ഇതൊരു പറ്റിക്കലാണ്, നമ്മളെ പേര് മറ വെച്ച് ഞങ്ങളും ഹിന്ദുക്കളൊക്കെ തന്നെ എന്ന് പറയുകയാണ്. ശരിക്കല്ല. ശരിക്കും ഇവര് എയ്ഡിങ് ആൻഡ് abetting terrorism through their political activities. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഭീകരവാദികൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന രണ്ട് മുന്നണികളുടെ ഇടയിൽ ഞെരിഞ്ഞമരുകയാണ് ഇവിടുത്തെ ഹിന്ദുവിന്റെ ശബ്ദവും ജീവിതവും. അത് തിരിച്ചറിയാൻ ഇനിയും വൈകിയാൽ ഭീകരമായി. കാരണം ഞാൻ പറയുന്നത് ഈ ശരിയായ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ് തെറ്റെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ചാടുന്നതിന് മുൻപ് ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതിക്ക് എന്തിന്റെ കേടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ തന്നെ അവിടെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊള്ളണം, ഉടനെ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു തോക്കിൻ മുനയിൽ മുമ്പിൽ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അവിടെ ഇലക്ഷൻ നടത്തിക്കുകയും ഒരു ഗവൺമെന്റ് ഇലക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് വാസ് നമ്മൾ ആസ്വദിച്ചിരുന്ന ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം ഇല്ലാത്ത ഒരു വായു അവിടെ നിന്നും മാറി. ഇപ്പോൾ അവിടെ ഏത് നിമിഷവും എന്തും നടക്കും. ആ തരത്തിലേക്ക് ജനതയെ പിച്ചി ചീന്താൻ വിടുന്ന രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ ഇങ്ങനെ യാതൊരു ഉൾക്കാഴ്ചയും ഇല്ലാത്ത നടപടികൾ കൈക്കൊള്ളുമ്പോൾ ഞെട്ടിത്തരിച്ചു പോവുകയാണ് നമ്മൾ. നമുക്ക് ആരുണ്ട്, സത്യത്തിൽ ആരുണ്ട് നമ്മെ സംരക്ഷിക്കാൻ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.